പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഡിസംബർ 10 തിങ്കളാഴ്ച എല്ലാവരും വീണ്ടും ജോലിക്കും സ്കൂളിലൊക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് ദിവസം മാറിപ്പോ. അപ്പൊ വീണ്ടും എല്ലാവരും സ്കൂളിലോട്ടും ജോലിക്കൊക്കെ പോകുന്ന ദിവസമാണ്. നമ്മളപ്പോ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ പ്രധാനമായിട്ടൊരു വാർത്തയെന്ന് പറയുന്നത് മതസംവരണം വേണ്ടെന്ന് സുപ്രീം കോടതി. അതായത് മതങ്ങളുടെ അടിസ്ഥാനത്തിലും സംവരണം വേണ്ടെന്ന് സുപ്രീം കോടതി വിധിയാണ്. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട 77 വിഭാഗങ്ങളെ ഇതര പിന്നോക്ക വിഭാഗത്തിൽപ്പെടുത്തി സംവരണം നൽകി ബംഗാൾ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. അപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട 77 വിഭാഗങ്ങളെ ഇതര പിന്നോക്ക വിഭാഗത്തിൽപ്പെടുത്തി സംവരണം നൽകിയ ബംഗാൾ സർക്കാരിന്റെ നടപടിയും സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ മമതാ സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ സുപ്രധാന വക്കാലുള്ള നിരീക്ഷണം. മതസംവരണം ഭരണഘടനാ വിരുദ്ധമായതിനാലാണ് ബംഗാൾ സർക്കാർ നടപടി നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയത്. അപ്പം മതസംവരണം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ടാണ് ബംഗാൾ സർക്കാരിന്റെ നടപടി നേരത്തെ തന്നെ ഹൈക്കോടതി റദ്ദാക്കിയത്. എന്നാൽ ബംഗാൾ സർക്കാർ അവരെ മുസ്ലിങ്ങളാക്കിയിട്ടല്ല സംവരണം നൽകിയതെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ബംഗാളിൽ 27 മുതൽ 28% വരെ ന്യൂനപക്ഷമുണ്ടെന്നും അവരുടെ സിബൽ പറഞ്ഞു. അപ്പൊ മുസ്ലിങ്ങൾക്ക് 10% സംവരണം നൽകാൻ രംഗനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ എന്താണ്, അപ്പൊ മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് സംവരണം നൽകുന്ന നടപടിയാണ് സുപ്രീം കോടതി ഇപ്പൊ റദ്ദാക്കിയിരിക്കുന്നത്. ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതോടെ 12 ലക്ഷം പേരുടെ OBC സർട്ടിഫിക്കറ്റ് റദ്ദായെന്നും സിബൽ തുടർന്നു. അപ്പോഴാണ് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞത്. ആന്ധ്ര സർക്കാർ മുസ്ലിങ്ങളിലെ ചില വിഭാഗങ്ങൾക്കും സംവരണം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കുകയും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും സിബൽ ചൂണ്ടിക്കാട്ടി. പിന്നോക്ക കമ്മീഷണറെ മറികടന്നും ഒരു സ്ഥിതി വിവരക്കണക്ക് ശേഖരിക്കാതെയുമാണ് ബംഗാൾ സർക്കാർ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയതെന്നാണ് ഹർജിക്കാരനു വേണ്ടി ഹാജരായ PS പട്വാലിയ പറഞ്ഞത്. അപ്പൊ ഇതോടെ ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതോടെ 12 ലക്ഷം പേരുടെ OBC സർട്ടിഫിക്കറ്റ് ആണ് റദ്ദാക്കിയത്. അപ്പൊ മതാടിസ്ഥാനത്തിൽ സംവരണം വേണ്ടെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാടില്ലെന്ന നിരീക്ഷണമായി സുപ്രീം കോടതി. പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമുദായത്തിനകത്ത് 76 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയതിനെ സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച്. സത്യത്തിൽ സംവരണം എന്ന് പറയുന്നത് പല കാര്യത്തിലും നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ടല്ലേ. കാര്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഒരു സർക്കാർ ജോലിക്കൊക്കെ കൊടുക്കുമ്പോഴും സംവരണത്തിന്റെ ബേസിൽ കൊടുക്കൂല. അപ്പൊ ആൾക്കാരുടെ കഴിവിനെ നോക്കാതെ സംവരണത്തിന്റെ ഇതിൽ പോകുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇപ്പം നമുക്കിപ്പം വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും കോളേജിൽ അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിലും സംവരണത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സീറ്റ് അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം അർഹതപ്പെട്ടവർക്ക് ശരിക്കും അത് ചൂഷണം ചെയ്യുന്ന. പക്ഷെ പിന്നോക്ക വിഭാഗമാണെന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിക്കളയുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടും സാഹചര്യം. അപ്പൊ ജാതി നോക്കാതെ എല്ലാവർക്കും കഴിവിന്റെ അടിസ്ഥാനത്തിലും അർഹതപ്പെട്ടത് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചില സ്ഥലങ്ങളിൽ ഇവര് അവർണര് അല്ലെങ്കിൽ അവറ്റവര് സവർണര് ആ ഒരു രീതിക്ക്, മുന്നോക്കര് ഇവര് പിന്നോക്കര്, അങ്ങനത്തെ ഒരു രീതി കാണിക്കുന്നവരുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ളവരും നമുക്ക് കിട്ടുമല്ലോ, ഇപ്പൊ അഡ്മിഷൻ ആണെങ്കിലും ജോലി ആണെങ്കിലും നമുക്ക് കിട്ടുമല്ലോ, മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് മുൻഗണന ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് അത് ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ട്. അപ്പം സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട എന്നുള്ള ഒരു രീതിക്കാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.